Hi friends, എല്ലാവർക്കും ഫോർ ആപ്പിളിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു മാറ്റർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ ഇന്ന് വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മണി ഏണിംഗ് സൈറ്റ്സിന്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കാരണം കുറച്ച് സൈറ്റുകളുടെയൊക്കെ നമ്മൾ പേയ്മെന്റ് പ്രൂഫ്സ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് പ്രൂഫ് എന്ത് അല്ലെങ്കിൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് സൈറ്റുകളുടെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതുവഴിക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം. നമ്മൾ ഫ്രീ ഡോഗ്യം മൈനർ സൈറ്റിന്റെ ഓൾറെഡി 3 വട്ടം നമ്മൾ ഓൾറെഡി പേയ്മെന്റ് പ്രൂഫ് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിരുന്നു. നമുക്ക് മെയിനായിട്ട് ഉള്ള കാര്യം ഇതാണ്. ഒന്ന് സോഷ്യൽ ആഡ് വേൾഡ്. നമ്മൾ ഇതിൻ്റെ ഒരു 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ ഏൺ ചെയ്യുന്ന ആഡ് കണ്ടിട്ട്. അപ്പോൾ ഞാനത് ലോഗിൻ ചെയ്യാം. ഇതാണ് സൈറ്റ് സോഷ്യൽ ആഡ് വേൾഡ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേയ്മെന്റ് പ്രൂഫ് ഞാൻ കാണിക്കാത്തത് ലോഗിൻ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ ടോട്ടൽ ഏണിങ്സ് ഇവിടെ കാണാം നിങ്ങൾക്ക് 13.7, അതായത് $13.7 എൻ്റെ ടോട്ടൽ ഏണിങ്സ് ഇതുവരെ ഉള്ളത്. അതായത് ഇതിന് മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് $20. അപ്പോൾ $20 ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾ കാണിക്കാത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെന്റ് പ്രൂഫ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുക്കാം. കാരണം ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത ആളുടെ ഒരു ID കാണും നിങ്ങൾ, മുഹമ്മദ് മുത്തൈബ് എന്ന് പറഞ്ഞ പുള്ളിയുടെ. അപ്പോൾ ആള് ടെലിഗ്രാം വഴിക്ക് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് പ്രൂഫുകളും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചോദിക്കാം. അവർ ഓൾറെഡി എല്ലാ ആഴ്ചയും അവർക്ക് കിട്ടുന്ന പേയ്മെന്റ് പ്രൂഫുകളൊക്കെ അവർ അതിൽ തന്നെ ഒരു മെസ്സേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വോയിസ് റെക്കോർഡിംഗ് വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പേയ്മെന്റ് പ്രൂഫ് കാണുന്നുണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇത് ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ്. ഒരുപാട് പേർക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇത് ഓപ്പൺ ചെയ്ത് ആഡ് കാണണം. ഞാൻ സാധാരണ ഇതിനു വേണ്ടി ദിവസം കാലത്ത് സമയം മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ സമയം എനിക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ മറന്നു പറയാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടുഡേ ആഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കണ്ടോ, പെൻഡിങ് കാണിക്കുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം ആഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം ഇത് ഓപ്പൺ ചെയ്ത് ആഡ് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് $1 പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, $1 പോലും ഇൻവെസ്റ്റ് ചെയ്യാണ്ടുള്ള ഒരു പേയ്മെന്റ് സൈറ്റാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 20 ആഡ്സ് വെച്ച് കാണണം. നിങ്ങൾക്ക് താഴെ 7 ലെവൽ റെഫറൽ വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക ആൾക്കാരെ. നിങ്ങൾ ഓരോരുത്തർ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ വട്ടം ആഡ് കാണാനുള്ള പൈസ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിനും താഴെ ജോയിൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാകും. ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് 2 വീഡിയോ ഓൾറെഡി മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനി ആരെയും ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ആഡ് ക്ലിക്ക് ചെയ്ത് ആഡ് കാണുന്ന വഴി നിങ്ങൾക്ക് തന്നെ ക്യാഷ് ഉണ്ടാക്കും. മിനിമം $20 ആണ്. ഫസ്റ്റ് $20 ആയാലാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് വഴിക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ B2R എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ആപ്ലിക്കേഷൻ. B2R എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് നമ്മുടെ Paytm ഒക്കെ പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ക്യാഷ് അയച്ചിട്ട് അതുവഴിക്ക് നമുക്ക് ബാങ്കിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ വെച്ച് മൊബൈൽ ചാർജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ തന്നെയുണ്ട്. അല്ലാതെ തന്നെ ഡയറക്റ്റ് വയർ ട്രാൻസ്ഫർ ഉണ്ട്. നിങ്ങൾക്ക് ബാങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പറൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് പ്രൂഫ് ചെയ്യാത്ത കാരണം അതാണ്. ഞാൻ പിന്നെ തന്നെ ആഡ് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈ ടോട്ടൽ ടീം എന്നൊക്കെ പറഞ്ഞ ടീംസ് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്ര പേര് നിങ്ങളുടെ അണ്ടറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ ടീമിൽ എത്ര പേര് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടറിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ നിങ്ങളിതിൽ ആരെങ്കിലും നിങ്ങൾ ചേർത്തുകൊണ്ട് മാത്രം കഴിയില്ല. അവരാരെങ്കിലും ആഡ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു 20 പേരോളം കൂടുതൽ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 18 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും സീൻ കണ്ട പെൻഡിങ് എന്ന് കാണിക്കുന്നത്. അതായത് ഇവരാരും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരാരും ആഡ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നൊന്നും എനിക്ക് ഇൻകം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് സെൽഫായിട്ട് ഞാൻ ചെയ്യുന്ന ക്ലിക്സിന് മാത്രമുള്ള ക്യാഷാണ് ഈ $13 എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് അവരും കൂടി ഡെയിലി ആഡ് കണ്ടാൽ മാത്രമേ അതിൻ്റെ ബോണസ് ചാർജ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം. ഡെയിലി എങ്ങനെ പോയാലും മന്ത്ലി സുഖമായിട്ട് $150-200 ഒക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാം.
ഒരുപാട് ഇതുകളുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആരും ₹1 പോലും വെറുതെ തരില്ല. അത് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ഏത് സൈറ്റിലാണെങ്കിലും എന്ത് ക്രിപ്റ്റോ ട്രേഡിങ് എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് സൈറ്റുകളായിക്കോട്ടെ, ₹1 പോലും ആരും നമുക്ക് വെറുതെ തരില്ല. നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആഡ്സ് കാണുന്നതിൻ്റെ ഒരു റവന്യൂവിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ക്യാഷ് മുടക്കി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം റെഫറൽ വഴിക്ക് തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായി പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ റെഫറൽ ഏർണിങ്സും കൊടുക്കുന്നു. അപ്പോൾ അത് വഴിക്കുള്ള റവന്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരുന്നത് മാത്രം. അപ്പോൾ നമ്മളും അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് ആഡ്സ് കണ്ടാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ഏർണിങ്സ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇന്നത്തെ ആഡ് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇന്നത്തെ ആഡ് ഇപ്പോൾ കാണാം എങ്ങനെയെന്ന്. ഓക്കെ, നിങ്ങളിങ്ങനെ മൈ ആഡ്സിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് എടുക്കുന്ന കാണാം. ഞാൻ ഇന്നത്തെ ആഡ്സ് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് ആഡ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓരോ ടാബിലും. നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടിരിക്കും. നെറ്റ് മാത്രമല്ല, എൻ്റെ സിസ്റ്റം ഓൾറെഡി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കണം. ഞാൻ ഓൾറെഡി ഇല്ല സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ വർക്ക് ആവുന്നതുകൊണ്ട് കണ്ടോ മൗസിൻ്റെ കഴ്സറൊന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയാൽ മതി. നമ്മൾക്ക് അത് കാണണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ, ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ ഇവിടെ സീൻ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും ഇവിടെ വ്യൂന്ന് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 20 ആഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടല്. അപ്പോൾ ഡെയിലി ഓരോ 24 മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങൾക്ക് 20 ആഡ്സ് കാണാൻ വേണ്ടിയുള്ള ടാബ്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഡെയിലി നമുക്ക് 20 ആഡ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ അതിൻ്റെ നിശ്ചിത ശതമാനം ഏർണിങ്സ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത്, അപ്പം നമ്മൾ സോഷ്യൽ ആഡ് വേൾഡിൻ്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഇലക്ട്രോണിയം മൈനിങ് ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ കുറച്ച് വാളറ്റിലേക്ക് ക്രെഡിറ്റ് ആവാനായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അത് വാളറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാനിത് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് ഏകദേശം ഒരു ദിവസം ₹3 മുതൽ ₹6 വരെ നമുക്കൊരു ദിവസം ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു നോർമൽ മൊബൈലിലൊക്കെ മൈൻ ചെയ്താൽ 8 മുതൽ 10 കോയിൻ വരെ ഒരു ദിവസം മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ഓൾറെഡി വളരെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മൈനിങ് ചെയ്യാം ഈസി ആയിട്ട്. മൊബൈലിന് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലോമോസ്റ്റോ നമ്മൾ പിന്നെയുള്ള കാര്യം ഇതാണ്, ദിവസവും ₹2500 നേടാൻ അവസരം. Retn കോയിൻ്റെ കാര്യം. ഇത് ഞാൻ ഈ അപ്ഡേറ്റ്സിന് വേണ്ടി മെയിനായിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എൻ്റെ Retn അക്കൗണ്ടാണ് ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ₹250 സൈനപ്പ് ബോണസായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫ്രണ്ടിനും നിങ്ങൾ റെഫർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ₹100 നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെ മിനിമം ₹2500 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. ഞാനിപ്പോൾ നിഷേധിക്കുന്നില്ല. അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ₹2500 INR, അതായത് ഇന്ത്യൻ മണി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് അവർ ക്രിപ്റ്റോ ബേസ് ചെയ്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിൻസ് ആണ് അവർ കൊടുക്കുന്നത്. നമുക്ക് ഇന്ത്യൻ രൂപയല്ല കൊടുക്കുക, ഈ Retn കോയിൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ Retn കോയിൻസ് ഒരു 2 വീക്സ് മുന്നാടി ഓൾറെഡി കോയിൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിറ്റ്പാക്ഷൻ എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്ത കോയിനാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഉണ്ടായിരുന്ന അവരുടെ ICO റേറ്റ് എന്ന് പറയുന്നത് ഒരു കോയിന് ₹40 ₹42 അപ്പോൾ അതായത് നിങ്ങൾ ₹2500 വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ₹2500 ഇക്വാലൻ്റ് ആയിട്ടുള്ള കോയിൻസ് ആണ് അവർ നിങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ വിഡ്രോ ചെയ്തു. അത് എന്തായാലും ഉടായ്പൊന്നല്ല, വിഡ്രോ ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, പേയ്മെൻറ്റ് ഹിസ്റ്ററി. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് ഹിസ്റ്ററിയുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് ₹600 ഇപ്പോൾ ബാലൻസ് ഉള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്യാഷ് ഔട്ട് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ₹2509. അതായത് ഞാൻ അത്രയും രൂപ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അതായത് ഇത്രയും എമൗണ്ട് ഞാൻ ഓൾറെഡി വിഡ്രോ ചെയ്തു. അപ്പോൾ ടോട്ടൽ എൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ₹3150. അപ്പോൾ നമുക്ക് INR ആയിട്ടല്ല കിട്ടുക, അതാണ് ഒരു പ്രശ്നം. നമുക്ക് Retn കോയിൻസ് ആയിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഓരോ ഫ്രണ്ട്സ് നിങ്ങളുടെ അണ്ടറിൽ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 100 രൂപ വെച്ചിട്ട് ഇതിൽ എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കും. കോയിൻസ് ആയിട്ടാണ് ഇതിൽ നമുക്ക് ഏണിങ്സ് കിട്ടാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നത് ഇത് ചെയ്യാനായിട്ട്. കാരണം 2500 രൂപ മിനിമം എത്തണം. അപ്പോൾ അതിന് ഞാനൊരു വഴിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും സത്യം പറഞ്ഞാൽ ഇത് 32 റെഫറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൂടെ കാണാം ടോപ്പിൽ ഇത്രയും പേരും എൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്തവരല്ല. ഞാൻ തന്നെ ഒരു 10 ഇമെയിൽ എൻ്റെ ഇമെയിൽ വെച്ചിട്ട് ഞാൻ തന്നെ ലോഗിൻ ചെയ്തതാണ്. അവർ കമ്പനി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. എന്നിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു 10-25 മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ സൈനപ്പ് ചെയ്ത് അത് ചെയ്യാം. പക്ഷേ അതിന് മുമ്പായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മെറ്റാമാസ്കോ അല്ലെങ്കിൽ മൈത്ര വാളറ്റ് അഡ്രസ്സിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് കോയിൻസ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് മിനിമം 2500 രൂപ ആയിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നിങ്ങൾ റെഡീം ആഡിറ്റ് ചെയ്യുന്നതെന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിനിമം 2500 രൂപ എങ്കിലും ഇവിടെ നിങ്ങളുടെ ബാലൻസിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് യു മസ്റ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 2500 റുപ്പീസ്. അത് ഇത്രയും മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ 2500 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അവർ ചോദിക്കും നിങ്ങളുടെ വാളറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് എത്തേറിയും നമ്മുടെ വാളറ്റിൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ Retn അക്കൗണ്ടിലല്ല, നമ്മുടെ മൈത്ര വാളറ്റിൽ ഗ്യാസ് ഫീ ആയിട്ട് എത്രയും കുറച്ച് ബാലൻസ് കാണിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ഒരു വട്ടം വിഡ്രോ ചെയ്തതാണ്, പക്ഷേ 2500 രൂപയെങ്കിലും ഇനി വീണ്ടും ആയാലാണ് എനിക്ക് രണ്ടാമത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി 2500 രൂപ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല ആരും, കാരണം കോയിൻസ് ആയിട്ട് കിട്ടാം. കോയിൻസിന് അന്നുണ്ടായിരുന്ന റേറ്റ് ഇപ്പോഴില്ല. നിങ്ങൾ 2500 രൂപയ്ക്ക് കൺവേർട്ട് ചെയ്ത് കോയിൻസ് വാങ്ങിച്ച് ബിറ്റ് പാക്ഷനിലൊക്കെ സെൻഡ് ചെയ്ത് വരുമ്പോൾ അത്രയും രൂപ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ചെയ്യുന്നത് പറയുന്നില്ല. പക്ഷേ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും ഞാൻ പറഞ്ഞുതരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ Retnൻ്റെ അപ്ഡേറ്റ്സ് അതാണ് ഒരു മെയിനായിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയാനായിട്ട്. പിന്നെ ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബിറ്റ് കോയിൻ മൈനിങ് നടത്താം. അതായത് നമ്മുടെ ക്രിപ്റ്റോ ടാബാണിത്. ഇത് ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ വിഡ്രോ ചെയ്തതാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ പക്ഷേ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിരുന്നു. ഒരു നിമിഷം, ഓക്കെ, ഇതാണ് ക്രിപ്റ്റോ ടാബ്. ഞാനിപ്പോൾ സാധാരണ ഇത് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് ജെന്യുവൻ ആണ്. ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് പേ ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ. ഇത് ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വളരെ സ്ലോ ആണ്, നമ്മുടെ GPU ഒന്നും എൻ്റെ എക്സ്ട്രാ ഒന്നും ഇല്ല. അപ്പോൾ ഞാനിത് ഇതുകൂടി യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇവിടെ മൈനിങ് എന്നുള്ളടത്ത് കഴ്സർ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൈനിങ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തൊട്ട് താഴെ നിങ്ങൾ എത്ര പേര് ജോയിൻ ചെയ്യിപ്പിക്കുന്നു അവരെ നിന്നെല്ലാം 1% ആണെന്ന് തോന്നുന്നു, 1%, 10% അത്രയും നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് റെഫറൽ കിട്ടും. ഇപ്പോൾ എൻ്റെ അണ്ടറിൽ ഓട്ടോമാറ്റിക് ജോയിൻ 15 പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സതോഷി ഓട്ടോമാറ്റിക്, ഞാൻ ഇവിടെ മൈനിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സതോഷി കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു വട്ടം ഇതിൽ പേയ്മെൻറ്റ് പേ ഔട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ എവിടെയാണെന്നാണ്, ഒരു മിനിറ്റ്, വിഡ്രോ BTC. ഓക്കെ, മിനിമം എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. പേയ്മെൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം അഡ്രസ്സ്. ഞാൻ ഇവിടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ 5-ാം തീയതി പേ ഔട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനിത് മൈനിങ് ചെയ്തെടുത്തതല്ല, എനിക്ക് ആ റഫറലായിട്ട് വന്ന വളരെ നിസ്സാരമായിട്ട് വന്നിട്ടുള്ള ഒരു സതോഷി ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഓൾറെഡി സക്സസ് ആയിരുന്നു എനിക്ക് ചെയ്തിട്ട്. ഞാൻ നമ്മുടെ സെപ്പയിലെ വാളറ്റ് അഡ്രസ്സ് കൊടുത്ത് ബിറ്റ് കോയിൻ്റെ. അപ്പോൾ സെപ്പയിൽ ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ടുണ്ട് കോയിൻസ്, എനിക്ക് കിട്ടിയിരുന്നു ഓൾറെഡി കോയിൻസ്. അപ്പോൾ ഇത് ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒക്കെ എക്സ്ട്രാ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് ചെയ്യാം, മൈനിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ 2 പേയ്മെൻറ്റിൻ്റെ പ്രൂഫ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയുള്ളത് ഡോഗി കോയിൻസിൻ്റെ ഒരു ഫസറ്റ് സൈറ്റ് ഉണ്ട്, അതുപോലെ ബിറ്റ് കോയിൻ്റെ ഒരു ഫസറ്റ് സൈറ്റ് ഉണ്ട്. ആ 1-2 സൈറ്റുകളുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, കാരണം ഇപ്പോൾ ഓൾറെഡി ലെങ്തി ആയി. ഇതിൻ്റെ ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേ ഔട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ തന്നെ അതുപോലെ നമ്മൾ ഡോഗി മൈനറിൻ്റെ ഒരു പേ ഔട്ട് ഉണ്ട്, അതുപോലെ ഒരു മൈനിങ് ക്ലൗഡ് മൈനിങ് ഫ്രീ ക്ലൗഡ് മൈനിങ്ങിൻ്റെ ഒരു പേ ഔട്ട്. അപ്പോൾ ഞാനത് രണ്ടും അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചെയ്ത് കാണിക്കാം.
അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.